ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് മീൻ പിടിക്കാൻ വന്നേക്കുന്നത് കൂത്താൻകെട്ടിലാണ്. നല്ല മനോഹരമായൊരു സ്ഥലമാട്ടത്. ഞാൻ നിങ്ങളെല്ലാവരും കാണിച്ചു തരാം. നമ്മൾ നല്ല മഴയായിരുന്നു, അതിന് ഇൻട്രോ എടുക്കാൻ താമസിച്ചു. നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ കുറേ കല്ലുകളൊക്കെ പൊങ്ങിയിരുന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഡാമിൽ വെള്ളം പിടിക്കുന്ന സമയത്ത് വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അത് കാണാൻ നമ്മുടെ ഡാം അപ്പയായിട്ടതേ ഫ്രണ്ടിൽ പോണേ വീശലായിട്ട്. ഇത്ര നേരം കൂടെ നല്ല മഴയായിരുന്നു. ഇത്ര കല്ലുകളൊക്കെ പൊങ്ങിയിട്ടുണ്ട് ഇവിടെ. പപ്പ ഫ്രണ്ടിലങ്ങ് പോയി, ഞാൻ പതുക്കെ പുറകിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇത്ര നേരം നല്ല മഴയായതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ താമസിച്ച് മൊത്തം നനഞ്ഞു. കോട്ടൊന്നും എടുത്തിട്ടില്ല, ഇന്ന് കോട്ട എടുക്കാൻ മറന്നുപോയി. അത് കാരണം നനഞ്ഞു മൊത്തം. ഞങ്ങളങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഇനി കുറച്ച് നടക്കാനുണ്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക്. നല്ല രസമായിട്ട് നടക്കും. അപ്പം മീൻ പിടിക്കാനുള്ള ആവേശത്തിൽ മുമ്പിൽ പോകുന്നുണ്ട് ഗൈസ്. വെള്ളം കഴിഞ്ഞ് ഇറക്കിയുള്ളൂ, കാരണം മൊത്തം ചെളിയാണ്, കുറച്ചിടയൊക്കെ ചെളിയാണ് ബാക്കി. അപ്പം എന്തോ പറയുന്നുണ്ട്, ഞാൻ കേട്ടില്ല. അപ്പം മുന്നിൽ കാണാണ്ട് ഉണ്ടോ, നല്ല രസമുള്ള സ്ഥലങ്ങളതൊക്കെ. ഇവിടെയൊക്കെ ഇനി ഡാമിൽ വെള്ളം പിടിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ വെള്ളം കയറി വരും കേട്ടോ, ഫുള്ള് വെള്ളമാവും. നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വേണം നമുക്ക് പോകണമെങ്കിൽ. എന്ത് രസമുള്ള സ്ഥലങ്ങളാണെന്ന് നോക്കി. ഉണ്ടോ, അങ്ങനെ നടന്നു വന്നാൽ നമ്മൾ കുറച്ചേരം നടക്കണം. അപ്പോൾ ആ കാട്ടിലേക്ക് കയറി ഞാനും പതുക്കെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മഴയാണ്. കല്ലിൽപ്പുഴ വരും ഗൈസ്. ഇല്ല ഇല്ല, ശരി. ഇതിലൊക്കെ വെള്ളം കയറി കേട്ടോ, അതൊക്കെ ഫുള്ള് വെള്ളം കയറി. ഇതിലൊക്കെ ആൾക്കാർ വല കെട്ടി മീൻ പിടിക്കുന്ന സ്ഥലങ്ങളതൊക്കെ. നമ്മൾ ഇനി ചെല്ലണത് ഇതുപോലുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലണത്. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടൽക്കാട് പോലെ ചെറിയ കാടുകളുണ്ട്, ഇത് നമ്മൾ ചെല്ലണത് കേട്ടോ. എവിടുന്നാണ് നമ്മൾ വന്നത്? ചെരുപ്പ് അവിടെ ചെയ്തിട്ടാണ് പോയി ഗൈസ്, കണ്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് പിന്നെ അതുപോലെ ഒരു സ്ഥലത്തേക്ക് തന്നെ. നമ്മളിത് എവിടെ നിന്നാണ് മീൻ പിടിക്കണേ? അപ്പോൾ ഗൈസ്, നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. കണ്ടോ, ഇവിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ വന്നേക്കുന്നത്. കാലം കഴുകിയിട്ട് പോകണേ ഉമ്മ വീശ വന്നാ ആ
ഗൈസ് നമ്മൾ ഈ കുഴിയിലാണ് ഇതിൻ്റെ വല വീശുന്നത്. ഇതിന് വെള്ളം ഉണ്ടാവണം, ശരിക്കും വെള്ളമുള്ള മരമാണ്. ഇത് വെള്ളം കുറവാണ്. നോക്കാൻ പറ്റും മീനെല്ലാം കിട്ടും നോക്കാം. ഫസ്റ്റ് വീശിയ പപ്പ വീശാൻ പോവാണ്. നോക്കാൻ എല്ലാം കിട്ടുമെന്ന്. ആ ഇവിടെ ഏതോപ്പേ എന്നിട്ട് കണ്ണൊക്കെ പുകയോ? മഴ നനഞ്ഞിട്ട് കണ്ണൊക്കെ പുകയോ? കൊഴുവെടുക്കണോ? അപ്പോൾ ഗൈസ് ഇവിടെ വീശിട്ട് വലിയ മെച്ചമൊന്നുമില്ല. കുറച്ച് കോലാനും കുറച്ച് പള്ളത്തേക്ക് കിട്ടിയോളൂ. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വയമ്പുകൾ കിട്ടണേ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വയമ്പുകളൊക്കെ കിട്ടണേ. അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ കുറച്ചുകൂടി മേളിലേക്ക് കൊണ്ടുപോകണം. ബാക്കിയുള്ള മീൻ നമ്മൾ പെറുക്കി വേണം. അതിനകത്ത് വല്ലതും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്ര തുമ്പത്ത് ഇറങ്ങില്ല അപ്പേ, ആ സൈഡ് ഇടിഞ്ഞിരിക്കണ. അത് ഓർമ്മയുണ്ട്. ഇതെന്താ സാധനം? വെള്ളത്തിൽ ഉണ്ടെന്നുള്ളൂ. വെള്ളത്തിലേ ചെളി വളർത്തുണ്ടല്ലേ, കണ്ണടി ഇതുപോലെയുണ്ട്. വേറൊരു സാധനം. അയ്യോ, ഈ സാധനത്തിൻ്റെ പേരാണ് എന്തോ ഒരു പറള്. ചട്ടണത്തിലെ 2-3 വള്ളത്തിയുണ്ട്. ഇനി കിട്ടിയ വള്ളത്തേക്ക് ചെറിയ വള്ളത്തി കേട്ടോ. കിടക്കട്ടെ. ആ വലുത് മാത്രം കിട്ടാൽ മതി. ഇപ്പോൾ ഗൈസ് ഈ ഒരുമാതിരി വലിയൊരു കാളക്കൊടിയൻ പറലെന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടാവും. ഇതുണ്ടോ? ഇത് ആവറേജ് വലിയൊരു കാളക്കൊടിയൻ പറലാണ്. ഇത് ഉണ്ടോ? ഇത്ര ഉണ്ട്. ആണ് കാളക്കൊടിയൻ പറലെന്ന് പറഞ്ഞ സാധനം. അപ്പോൾ തോട് നല്ല കലക്കണമാണെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് സാധനം തന്നെ കിട്ടും. ഒരു ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നമ്മളിവിടെ ഉള്ളത്. നമ്മളിവിടെയുള്ള ഇങ്ങനെയുള്ള സ്ഥലത്തോടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഈ താഴെ നിന്ന് വല ശരിയാക്കുന്നുണ്ട്. നോക്കാം മീൻ കിട്ടുമെന്ന് നോക്കാം. വീട്ടിലുണ്ട്. ഇത് ലാസ്റ്റ് വീശാട്ടോ. ഇത് ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കയറി പോകണം. ഇത് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഉണ്ടോ? അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഒറ്റ വീശിന് കിട്ടിയ മീനാണിത്.
ഇതാണ് വയമ്പ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞു. ഇന്നത്തെ മീൻപിടുത്തം ഫ്ലോപ്പായി എന്ന് ഓർത്തിരിക്കാതെ ഞങ്ങൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. മഴ ഞങ്ങളെ ചതിച്ചു, വെയിൽ കളിച്ചു. അത് കാരണം മീൻ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ചെന്ന അവിടെ ഒരു കള്ളിൻ്റെ ഉള്ളിൽ വീശി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു വല വയമ്പ് കിട്ടി. ഞങ്ങളതും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയിന്. നല്ല വെയിലായി. അപ്പോൾ തിരിഞ്ഞൊരു ഹായ് പറഞ്ഞേ. ഞങ്ങളിനി കുറച്ച് നടക്കണം. ഞങ്ങൾക്ക് വണ്ടി വെച്ച് അങ്ങോട്ടേക്ക് ചെല്ലണമെങ്കിൽ ഞങ്ങൾ മീൻപിടുത്തം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി പോവാം. ഇനി വീട്ടിൽ ചെന്നിട്ട് മീൻ ചട്ടിയിലിട്ടിട്ട് കാണിച്ചു തരാം.